രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പാകെ നിലവിൽ ഉള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്ത് ചൂസ് ചെയ്യും? അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം 37 ഞാൻ മനസ്സിലാക്കുന്നത്. അവിവാഹിതനാണ്. നിരവധി പെൺകുട്ടികളുടെ പീഡന പരാതി, അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, അങ്ങനെ ഇപ്പം ഷഹനാസ് ആഞ്ഞടിക്കുന്നു രാഹുലിനെതിരെ. നല്ല സാരിയൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ വന്ന് മെസ്സേജ് അയക്കും, കമന്റ് ഇടും, നല്ല ശരീരമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ രാഹുലിന്റെ മുമ്പാകെയുള്ള ഓപ്ഷൻ എന്താ? രാഹുല് കേരളത്തിലെ ലോകത്തിലെ തന്നെ ഒരു സാധാരണ പുരുഷനെ പോലെ, കോളേജിൽ പഠിക്കുമ്പോഴാണെന്നറിയില്ല, നമ്മുടെ നാട്ടിൻപുറത്തുള്ള അത്ലറ്റിക്സ് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവരുടെ കൂടിയാണെന്നറിയത്തില്ല, വോളിബോൾ കളിക്കാൻ പോകുന്നവർ, നീന്തൽ താരങ്ങളായാലും എല്ലാ സ്ഥലത്തും പലപ്പോഴും ഉയർത്തപ്പെടുന്ന ഒരു ആരോപണമാണ്, ഒന്ന് ഈ കോച്ച് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ PhDക്ക് റിസർച്ച് നടന്ന പെണ്ണുങ്ങളെ ഗൈഡ് പീഡിപ്പിച്ചു. ഓരോ സാഹചര്യത്തിൽ ബന്ധപ്പെടുമ്പോൾ ആ മേഖലയിൽ ബന്ധപ്പെടുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെടുക സ്വാഭാവികമാണ്. അതൊരു ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം ഇങ്ങനെ വലിയ മണവാട്ടി കർത്താവിൻ്റെ സന്തതിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്തതിയാണെന്ന് പറയത്തക്കതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അയാൾക്ക് പെരുമാറാനുള്ള കഴിവ്, പ്രത്യേകിച്ചും പെൺകുട്ടികളോട് പെരുമാറാനുള്ള കഴിവ്. അതിൽ പെൺകുട്ടികൾ വീണു പോകുന്നു. അത് പ്രധാന പോയിന്റ്. രണ്ടാമത്തത്, അയാൾക്ക് ഉന്നത പൊസിഷനിലിരിക്കുക. അയാൾ നല്ലൊരു കൊള്ളാവുന്ന ഈ ചെറുപ്രായത്തിൽ തന്നെ കാണാൻ സുന്ദരൻ, അത്ര സുന്ദരനൊന്നല്ല പോകും. ഇത് ഉന്നത പൊസിഷനിലിരിക്കുന്നു. നാളെ വേണമെങ്കിൽ, ഇപ്പം ഓൾറെഡി MLA ആണ്, നാളെ വേണമെങ്കിൽ മന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം. രമേശ് ചെന്നിത്തലയൊക്കെ മന്ത്രിയാകും, ചെറുപ്രായത്തിൽ തന്നെ വേണം മന്ത്രിയാകാം. അങ്ങനെ സാധ്യതകൾ, വളർച്ചയുടെ സാധ്യതകൾ ഒത്തിരിയുണ്ട്. ഒരു മോശമില്ലാത്ത ബിസിനസ്സുകാരനായിരിക്കും. അപ്പോൾ ഈ വളർച്ച കാണുന്നൊരു പെൺകുട്ടി ഒത്തിരി മോഹിപ്പിക്കുന്ന പെരുമാറ്റം കൂടി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കും എന്നൊരു വിശ്വാസം അവൾ ജനിപ്പിച്ചാൽ മാത്രം മതി. അതെ, ഇവള് എന്തിനും തയ്യാറായി പുറപ്പെടുകയാണ്. അത് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ആക്ച്വലി സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ MA ഷഹനാസ്, ഇപ്പം നമ്മുടെ 24-ന് ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. MA ഷഹനാസ് വന്ന് പറയുന്നത്, ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് വന്ന് കമന്റോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്ന ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. അതിനൊരു സെക്കൻഡ് ഞാൻ പറയട്ടെ, അതിലെന്താ തെറ്റ്? അല്ല, തെറ്റിൻ്റെ അല്ല പറഞ്ഞത്. ഇവൾക്ക് ഇപ്പൊ ഈ സംസാരിച്ച സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പറഞ്ഞത്. എത്ര പേര് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത എത്ര ആൾക്കാരുടെ താഴെ മെസ്സേജിന്റെ പോസ്റ്റുകൾ വരുന്നുണ്ട്. സ്ത്രീകളോട്, ഇത് കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വളരെ സുന്ദരമായിട്ടുള്ള സാരി ഉടുത്ത്, ഒരു 20-30 വയസ്സ് അറൗണ്ടുള്ള സ്ത്രീകളോടാണ് ചോദിക്കുന്നത്, ഒരു സാരി ഉടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് മറ്റേതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതാണ് പ്രധാന പോയിന്റാണ്, ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ശരീര പ്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയണം. നിങ്ങൾ ഒരു പുരുഷനിൽ നിന്നോ ഒരു ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ ഒരു മെസ്സേജോ കമന്റോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് ഫിസിക്കലൊക്കെ കാണിച്ചിട്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചെന്ന് വിചാരിക്കുക. ഒരു പുരുഷനും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? അവർ ആത്മഹത്യ ചെയ്യും. സത്യം, കാര്യമായിട്ട് പറഞ്ഞാൽ അത്രയും വലിയ ഡിപ്രഷൻ, അന്ന് തൊട്ട് ഡിപ്രഷൻ തുടങ്ങുന്നവർക്ക് 4 സ്ഥലത്ത് അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവരെ ആരും തിരിഞ്ഞു നോക്കുന്നതിന് അന്ന് തൊട്ട് ഡിപ്രഷൻ തുടങ്ങും. നമ്മൾ ഇവരെ വേറെ കണ്ടിട്ടില്ല. ഒരു നല്ല ഭയങ്കര പരസ്യം ഉണ്ടായിരുന്നു, ടോണിക്ക് പോലത്തെ ഒരു സാധനം, പങ്കജസൂര്യല്ല അതുപോലത്തെ പരസ്യം. പെണ്ണ് നോക്കി കണ്ണാടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും പെണ്ണിന് ഇതില്ല, സൗന്ദര്യമില്ല, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറവാണ്. ഉടനെ പെണ്ണ് ആ മരുന്നെടുത്ത് കണ്ണാടിക്കിട്ട് എറിയുകയാണ്. അപ്പോഴാണ് മറ്റേ മരുന്നും കൊണ്ടൊരു അമ്മ ആരാണ്ട് വരുന്നത്, എടീന്ന് നാളെ മുതൽ ഇത് കഴിച്ചാൽ മതി. അപ്പം ഒരു 6 മാസം അത് കഴിച്ചപ്പോഴേ ഒരു മിടുക്കുകയായി. അതാണ്. അപ്പം കണ്ണാടി നോക്കിയാൽ തന്നെ മോശമാണ് എന്ന് സ്വയം തോന്നുമ്പം എഴുതുന്ന പെണ്ണുങ്ങൾ തന്നെ ഈ മറ്റാരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ. ഇനി അതിൻ്റെ കുറച്ചുകൂടെ പ്രായോഗികമായ തലത്തിലേക്ക് വന്നാൽ ചില പെണ്ണുങ്ങൾ പറയും, ഒത്തിരി ആലോചനകൾ വന്ന ആൾക്ക് ഒന്നും നടക്കുന്നില്ല. അപ്പം മിടുക്കി സുന്ദരിയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആലോചന നടക്കും.
കാണാൻ സ്വല്പം കാണാൻ മോശമായ പെണ്ണിനെ കെട്ടാൻ ചിലപ്പോൾ ആരും വന്നില്ലെന്ന് വരും. ഇപ്പൊ ഇവിടെ ഷഹനാസ് പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ കോഴിയാണ് എന്നുള്ളതാണ്. ഈ കോഴിയെ ഇഷ്ടപ്പെട്ട സ്ത്രീകളാണ് രാഹുലിന്റെ പ്രൊട്ടക്ഷനും പുള്ളിയുടെ എന്താണ് സംരക്ഷണം. അല്ലെ പുള്ളി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇയാൾ കോഴിയാണെങ്കിൽ ഇയാളുമായിട്ട് ഹോട്ടൽ മുറി വരെ എത്തിയ സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ ഈ കോഴിയെ ഈ സ്ത്രീകൾ ഇഷ്ടപ്പെട്ടു എന്നാണോ വിചാരിക്കേണ്ടത്? മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിലൊരു മനസ്സിലാക്കേണ്ടത് അതിലൊരു പെൺകുട്ടി പറഞ്ഞല്ലോ, ഈ കോഴിയുടെ ലെവൽ പലതുണ്ട്. CPM-കാർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. തീവ്രത കുറഞ്ഞ പീഡനവും തീവ്രത കൂടിയ പീഡനവും. അങ്ങനെയാണ് AK ബാലനും ശ്രീമതി ടീച്ചറൊക്കെ പലരും CPM-കാരെ രക്ഷപ്പെടുത്തുന്നത്. ഈ കാര്യത്തിലുണ്ട്, ഈ ബന്ധപ്പെടൽ പലതരത്തിലുണ്ട്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടം അവള് പറഞ്ഞ അവളല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുന്ന സ്ത്രീയുടെ വീഡിയോ കണ്ടില്ല നമ്മൾ. രാഹുൽ മാങ്കൂട്ടം ഇത്രയും ഇങ്ങനത്തെ ബന്ധപ്പെടലല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഒരു കെട്ടിപ്പിടുത്തവും ഒരു ചുംബനം ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിന് പകരം ഇവൻ ക്രൂരമായി, വളരെ ക്രൂരമായി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ആ പെണ്ണിൻ്റെ പരാതി. ഇവളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഇവൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് ഇത്രയാകുമെന്ന്, തീവ്രത ഉണ്ടാകുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഈ സിനിമയിൽ ബോംബെന്ന് ഹെലനെ അതുപോലെ ഐറ്റം ഡാൻസിനെ കൊണ്ടുവന്ന് എന്തിനാ സിനിമ ഡാൻസ് ചെയ്യുന്നത്? അത് എന്തിനാ? ഇപ്പൊ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, ഞാൻ പറയട്ടെ സാറേ, സമൂഹ മാധ്യമങ്ങളിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് റീൽസ് പങ്കുവെക്കുന്ന സ്ത്രീകളുണ്ട്. ഫേസ്ബുക്കിലായിക്കോട്ടെ മറ്റ് സമൂഹ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ശരീരം കംപ്ലീറ്റ്ലി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇന്നലെ അല്ലെ എന്താണ് ഇവരുടെ ഉദ്ദേശം? അല്ല, ഇവരുടെ ഉദ്ദേശം എന്താ? ഒരാളും കമന്റ് ചെയ്യരുത്, ഒരാളും ഇതിനെപ്പറ്റി സംസാരിക്കരുത്, ഇതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അവരുടെ തലച്ചോറ് എന്തെല്ലാം പറഞ്ഞാലും. അല്ല, ഇത് എന്തുകൊണ്ട് ഈ സ്പെസിഫിക് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നതിൽ ഒരാൾക്ക് ശരീര പ്രദർശനമോ ഇത് ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ഇടുന്നതാണ് വലിയ പ്രശ്നം. അങ്ങനെ മെസ്സേജ് ചോദിക്കുന്ന പുരുഷൻ കോഴിയാകുമായിരുന്നു. ഇവിടെ ഷെഹനാസ് അതാ പറയുന്നത്. ഷെഹനാസ് നല്ലൊരു സാരി ഉടുത്തിട്ട് എന്താ പറയാ പോസ്റ്റ് പങ്കുവെച്ചപ്പം അത് വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് ചിലപ്പോൾ ഒരു പുരുഷന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ്? അല്ല, അത് ഇവക്ക് ഇഷ്ടമല്ലല്ലോ. ഇവളെ അവളെ കാണിക്കാൻ വേണ്ടി മാത്രം കണ്ണാടി പിടിച്ച അവൾ ഫ്രണ്ടിൽ കണ്ണാടി ഉണ്ടോ കണ്ടോ, അവൾ തന്നെ നോക്കിക്കൊണ്ട് നടക്കുക കണ്ണാടിയിൽ, വേറെ ആരെയും കാണാതെ, അവൾക്ക് മാത്രം കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നവരല്ല ഇവിടെ. ഇപ്പോൾ ഇവരുടെ സംസാരം കേട്ടാൽ തന്നെ അവരുടെ ഇന്റർവ്യൂവിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷ എന്താ? എന്തു ആയിക്കോട്ടെ, അവർ ചുമ്മാ തട്ടിപ്പ് അല്ല, അവർ ഉപയോഗിക്കുന്ന ഭാഷ, അവൻ, നീ, പിന്നെ എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട്, ഞാൻ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഇതാ ഈ പെൺകുട്ടിയുടെ ഒറിജിനൽ ഏതാ? സരിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വന്നതാ, കോൺഗ്രസിൽ നിന്ന് വന്നതാ. സരിനെ അവിടെ പാലക്കാട് തോൽപ്പിച്ചതിനുള്ള സങ്കടം ഫെദറിന് കാണില്ലേ? ആലോചിച്ച് നോക്ക്. സരിനുമായിട്ട് ഏറ്റവും നല്ല ചീത്ത ബന്ധം എന്ന് പറയുന്നത് നല്ല ബന്ധം ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചവരാണല്ലോ. സ്പീഡായിട്ട് ഇറങ്ങിയതാണെങ്കിൽ ഇന്ന് നമുക്കങ്ങ് ആലോചിക്കാം, എത്രയോ പെൺകുട്ടികൾ യൂത്ത് കോൺഗ്രസിലെയും DYFIയിലുള്ള പെൺകുട്ടികൾ പരസ്പര ബന്ധത്തിൻ്റെ ആരോപണങ്ങൾ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ആകെ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ സംസാരിച്ചിരിക്കുന്ന ഏക സ്ത്രീ സരിതയാണ്. ഞാൻ ചോദിക്കുന്നത്, രാഹുലിന് മുമ്പാകെയുള്ള ഓപ്ഷൻസ് എന്താ? ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, എന്താണ് ഓപ്ഷൻ? അതായത് ഒന്ന്, അയാൾ വിവാഹിതനല്ല, നിലവിൽ അയാൾക്കെതിരെ നിരവധി 3 അതിജീവിതകളുടെ പരാതിയാണ് നിലനിൽക്കുന്നത്. ഇയാൾ കുറെ നാള് ജയിലിൽ കഴിഞ്ഞു. അപ്പൊ ഇയാളുടെ കുടുംബ ജീവിതം, ഇയാൾ ആരെ വിവാഹം കഴിക്കും? ഈ അതിജീവിതകളുടെ, എന്റെ ചോദ്യം അതാണ്, ഏതെങ്കിലും ഒരു അതിജീവിതയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റുമെങ്കിൽ, എന്നാൽ കണ്ടീഷൻ വെച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ എന്നറിയാം, പറ്റുമെങ്കിൽ ആ ബന്ധം തുറന്നു കൊണ്ടുപോകാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. അതൊരു പ്രായശ്ചിത്തമല്ല. താൻ ഒരു നിമിഷം ഇഷ്ടപ്പെട്ടു, അവളോട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, അവൾക്കൊരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 പേർക്കും പരസ്പര സമ്മതമായ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് തയ്യാറാണ്. നാളെ ഇനി ചോദിക്കാം, മറുപടി ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടം വീട്ടുകാരോട് ആലോചിച്ച്, നാട്ടുകാരോട് ആലോചിച്ചിട്ട്, ഷഹനാസിനെ പോലുള്ള സഹപ്രവർത്തകരോടൊക്കെ ആലോചിച്ചിട്ട് ഒരു പെൺകുട്ടിയെ, വളരെ വിശുദ്ധിയായ പരിശുദ്ധിയായ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോഴായിരുന്നു ഇവർക്ക് വേറെ 2 കാമുകന്മാരുടെ ഉണ്ടെന്നാണ് ഞാൻ അയാളെന്നായി. ഇതിപ്പോ ഒന്നാമത്തെ അതിജീവിത, രണ്ടാമത്തെ അതിജീവിത, മൂന്നാമത്തെ അതിജീവിത, 3 അതിജീവിതമാരാണ് നിലവിലുള്ളതായിട്ട് നമുക്കറിയാവുന്നത്. അതില് ഇപ്പൊ എനിക്ക് അത്രേ വിവരമുള്ളൂ. അതിലിപ്പോ ഒന്നാമത്തെ അതിജീവിതയ്ക്ക് അറൗണ്ട് ഒരു 30 വയസ്സുണ്ടെന്ന് വിചാരിക്കാം.
രണ്ടാമത്തെ അതിജീവിത എന്ന് പറയുന്ന ആൾക്ക് 23 വയസ്സേ ഉള്ളൂ. മൂന്നാമത്തെ അതിജീവിതയ്ക്ക് 32 അങ്ങനെ എന്തോ വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഇത് ഏത് അതിജീവിത? ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വിവാഹ വാഗ്ദാനത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പാകെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു കമ്പാരിസണോടെ പറയാം. മുകേഷിന് എത്ര അതിജീവിതമാരുണ്ട്? സരിത മുതൽ, നമ്മൾ അറിയുന്ന സരിത മുതൽ എത്ര ഭാര്യമാരായി? മേതിൽ ദേവി വരെ 3ാമത്തെ ഭാര്യയായില്ലേ? 1, 2, 3 ഭാര്യയെങ്കിലും ഇല്ലേ? ഇപ്പം പൂർണ്ണത്തിനും കൂടെ കെട്ടാൻ പോകുന്നു അല്ലേ? അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ അതിജീവിതയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിജീവിതയുടെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. ഇവരൊക്കെ അതിജീവിതകളാണ്. സരിതയുടെ പരാതി കണ്ടിട്ടുണ്ടോ? സരിത മുകേഷിനെ കുറിച്ച് പറഞ്ഞ വാചകം വായിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടും. ഇപ്പോൾ രാഹുൽ കല്യാണം, ഞാൻ ആദ്യം പറഞ്ഞതാണ്, രാഹുൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് അറിയുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയാണെന്ന് അറിയുന്നെങ്കിൽ അങ്ങനെയാകാമല്ലോ. രാഹുലിന് ഇതെല്ലാം പൊത്തിപ്പിടിച്ച് ആരും അറിയാതെ അവന് പൈസയുണ്ട്, സ്വന്തമുണ്ട്, സിംഗപ്പൂർ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ട് വരത്തില്ല. അങ്ങനെ പോയിട്ട് വരുന്നവരില്ലേ? കല്യാണം കഴിച്ചിട്ടാണ് ഇവൻ്റെ ചീത്ത സ്വഭാവം മനസ്സിലാകുന്നെങ്കിൽ മുകേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ രാഹുലിനെ വിശ്വസിച്ചങ്ങ് വരികയാണ്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്നാൽ പോലെ ഇത് ഹോട്ടലിലേക്കാണ് പറയണത് ആദ്യം ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൾച്ചർ വളർത്തിയെടുത്തിട്ട് ആ കൾച്ചറിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്തി കുറ്റം പറയുകയും വിമർശിക്കുക എന്നുള്ളത് തെറ്റാണ്. അല്ല, ഇതില് ഏറ്റവും വലിയ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും എല്ലാവരും കൂടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധം എന്ന് പറയുന്നത് ഈ രാഹുലിനെ മാത്രം കോർണറൈസ് ചെയ്തിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത, ഈ സമൂഹത്തിന്റെ ഒരു വല്ലാത്തൊരു ഗതികേടാണത്. അതായത് പുരുഷനെ മാത്രം കോർണറൈസ് ചെയ്തിട്ട് അവൻ മാത്രമാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെ മൊത്തം കാണുക. സ്ത്രീ ഒരു തെറ്റും ചെയ്യില്ല, പരിശുദ്ധയാണ്, ഒരു തെറ്റിന്റെ ഒരു കണിക പോലും സംഭവിക്കില്ല. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുന്നു, സ്ത്രീകളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ രണ്ട് ഭാഗത്തും തെറ്റുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നതിന് പകരം മാധ്യമങ്ങള് ഈ പറയുന്ന ഒരു തരം മാനിപ്പുലേഷനിൽ, ഈ അതിജീവിത മാനിപ്പുലേഷൻ, അത് തന്നെ താങ്കൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യമില്ലേ? സ്ത്രീകള് നല്ല ഡ്രസ് ഇട്ട് പോകുമ്പോൾ ആരെങ്കിലും നോക്കി എന്തെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞാൽ ഇന്ന തെറ്റെന്ന് ചോദിച്ചു. മാധ്യമങ്ങൾ നോക്കുന്ന അങ്ങനെയല്ല. എൻ്റെയോ തൻ്റെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുന്നതിനേക്കാൾ കുറെ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കാണാനും വ്യൂവേഴ്സ് ഒത്തിരി കിട്ടും. മാധ്യമങ്ങൾ ആ പണി തന്നെ ചെയ്യുന്നത്. ഈ പെൺകുട്ടികളുടെ സൗന്ദര്യം സംസാരിക്കാനുള്ള കഴിവിനെ ഉപയോഗപ്പെടുത്തില്ല മാധ്യമങ്ങൾ ചെയ്യുന്നത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വാർത്താപ്രാധാന്യം ഇല്ല. ഒരു സ്ത്രീയും കൂടെ ഇൻവോൾവ് ആയപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇവിടെയല്ലേ ചെയ്യുന്നത്, വേറെ എവിടെയെങ്കിലും ചെയ്യുന്നില്ല, തീരെ കാണാൻ കൊള്ളാവുന്നൊരു വീണ ആണെങ്കിൽ വാർത്താപ്രാധാന്യം കിട്ടുമോ? അതാണ് ഇത്. അല്ല, ആണെങ്കിൽ അതിജീവിത പോവോ? അതാണ് അങ്ങനെ. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടമായതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈ 3 പേരും രാഹുൽ മാങ്കൂട്ടുമായിട്ട്, രണ്ടാമത്തെ ആൾക്ക് 23 വയസ്സേ ഉള്ളൂ നോക്കണം, ഇയാൾക്ക് 34 വയസ്സുണ്ട്. ഇയാളുമായിട്ട് പോകാനുള്ള കാരണം എന്താണ്? ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ നൽകിയപ്പോൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ പരാതിയായിട്ട് വന്നപ്പോൾ ഏതൊരു ഹോം സ്റ്റേ ഹോട്ടലോ അങ്ങനെ എന്തോ ആണ്. ഏതാണ് ഈ ഹോം സ്റ്റേ? പേരില്ല. ഏതാണ് ഹോട്ടലാണോ ആ പേരുമില്ല. ഇതൊന്നുമില്ലാതെ, പേരില്ല, സമയമില്ല, ഒരു കുന്തുമില്ല. ഇവിടെ പിണറായി വിജയനെ ഭരിക്കുന്നത്, എവിടെ ഹോട്ടൽ പണിയും, റിസോർട്ട് പണിയും, പിണറായി വിജയൻ എവിടെ ഉണ്ടാക്കി കൊടുക്കും? എന്താണ് അങ്ങനെ ഒരു യാതൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ പരാതി കൊടുക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നല്ലാതെ മറ്റെന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കാര്യം മനസ്സിലാവുള്ളൂ, കേരളത്തിലെ പെൺകുട്ടികളോട് പറയേണ്ടത്, ഏതെങ്കിലും ആൺകുട്ടികൾ പറയുന്നതോ അല്ലെങ്കിൽ മുതിർന്ന പുരുഷന്മാർ പറയുന്നതോ കേട്ട് അവരുടെ പുറകെ ഒന്നും അന്വേഷിക്കാതെ, ഒന്നും അന്വേഷിച്ചാലും കാര്യമില്ല. ഇപ്പോൾ ഇപ്പോൾ റിയാസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുഴപ്പമല്ലോ ഉണ്ടോ? മുകേഷിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുഴപ്പമില്ല. അന്വേഷിച്ചാൽ പോലും സത്യം കിട്ടിയില്ലെന്ന്. ഇത് ഞാൻ പറയട്ടെ, അന്വേഷിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ ഇവര് ഹോട്ടൽ മുറിയിൽ ഇപ്പൊ തിരുവല്ലയിലുള്ള കാനഡയിൽ ജീവിക്കുന്ന ഈ തിരുവല്ലയിൽ വരെ വന്ന് ഇയാളുടെ കൂടെ ഹോട്ടൽ മുറി പങ്കിട്ടു. പിന്നീട് കോടതി കൃത്യമായിട്ടും നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഈ രേഖ എന്ന് പറയുന്നത് എന്താ? ഇതിനുശേഷം ഇവർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ രാഹുലുമായിട്ട് ഇടപെടുന്നത്. രാഹുലിന്റെ ഇലക്ഷൻ പാലക്കാട് രാഹുൽ മത്സരിക്കുമ്പോൾ രാഹുലിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സ്ത്രീ എന്നിരുന്നു. അല്ല, അതെ, കോടതി പറയുന്നുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ തമ്മിൽ ചാറ്റ് സംഭവിക്കുന്നത്. ഈ സംഭവത്തിനൊക്കെ ശേഷം ഇവർക്ക് പക്ഷെ പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലയളവ് താമസം വൈകി, എന്തുകൊണ്ടാണ് വൈകിയത്? ഇതൊക്കെ കോടതി ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ആർട്ടിക്കുലേഷനോ എക്സ്പ്ലനേഷനോ ഈ സ്ത്രീക്ക് നൽകാൻ സാധിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തം ബലാത്സംഗം ചെയ്തോ? ഇത് മാത്രമാണ് ഇവിടെയുള്ള വിഷയം.
അപ്പൊ ഗൂഢാലോചനയുണ്ട്. അല്ല, അവിടെ മോഡിഫൈഡ് ആയിട്ട് രാഹുൽ മാങ്കുണ്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു ഇല്ല എന്ന് അയാൾ പറയുന്നില്ല. മറിച്ച് അത് ഉഭയസമ്മത പ്രകാരമുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് പെർമിസിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത്.